സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയെ യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാഷകൻ 11:13. അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ മിനിസ്ട്രീസ് ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർക്കാൻ വഠാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഇപ്പോൾ കേട്ട വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ തിരുലിഖിതമാണ്. വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാന്യമല്ലെന്ന് കരുതുന്ന പലതിനെയും മാന്യമാക്കി മാറ്റാൻ അവിടുത്തേക്ക് കഴിവ്. കുശവനുണ്ടാക്കുന്ന മൺപാത്രത്തെക്കുറിച്ച് കർത്താവിൻ്റെ വെളിപ്പെടുത്തൽ നമുക്കറിയാം. പല പാത്രങ്ങളും പല ഉപയോഗങ്ങൾക്കുള്ളതാണ്. ചിലത് മാന്യമായ ദൃഷ്ടിയിൽ മാന്യമല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗത്തിനുള്ളതാണ്. എന്നാൽ ദൈവത്തിന് ഇതെല്ലാം രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്നാണ് അവിടെ വചനം വെളിപ്പെടുത്തുന്നത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഒരു കാലത്ത് പാപത്തിൻ്റെ ചെളിക്കൊണ്ടിൽ അകപ്പെട്ടിരുന്നവരെ കർത്താവ് പിടിച്ചു കയറ്റി കർത്താവിൻ്റെ വചനം വിളമ്പുന്ന ആൾത്താരിൽ നിർത്തും കർത്താവ്. അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടുന്ന് ചിലരെ തിരഞ്ഞെടുത്ത് ചില സ്ഥാനങ്ങൾ കൊണ്ടുപോയി വയ്ക്കും. ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാ സഹോദരങ്ങളെ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കണം, അട്ടപ്പാടി സംഗീത ധ്യാന കേന്ദ്രത്തിൽ ഒരിക്കലും ഒരു ലൈവ് ശുശ്രൂഷയിൽ ഒരു സഹോദരൻ വന്നൊരു സാക്ഷ്യം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപാന്തരീകരണം അനേകരെ വിസ്മയപ്പെടുത്തി കളഞ്ഞ്. നമുക്കൊന്ന് കേൾക്കാം. കൈതമറ്റത്തിൽ അബ്രഹാം. ഞാൻ വയനാട്ടിലുള്ള കാക്കവയൽ എന്ന സ്ഥലത്തു നിന്ന് വരികയാണ്. തെനേരി ഫാത്തിമാത ഇടവകാരനാണ്. ഞാൻ 22/1/2012 ഇവിടെ താമസമുള്ള ധ്യാനം കൂടാൻ വന്നിരുന്നു. ആ ധ്യാന കർമ്മത്തിൽ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ പുകവലി ശീലം മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ്. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു. അന്ന് തുടങ്ങി ഈ ദിവസം വരെ പുകയില എന്നൊരു സാധനം എൻ്റെ വായിൽ വെക്കാതിരിക്കാനുള്ള അനുഗ്രഹം ദൈവം എനിക്ക് തന്നു. എൻ്റെ സുഹൃത്തുക്കൾക്ക് പോലും ഇന്ന് വരെ വിശ്വാസമായിട്ടില്ല എൻ്റെ ഈ പുകവലി ശീലം മാറ്റിയെടുത്തതിന്. കാരണം എത്ര വർഷമായിട്ട് പുകവലി ഉണ്ടായിരുന്നു? 13 വർഷമായിട്ടുള്ള 13 വർഷം ഉണ്ടായിരുന്ന പുകവലിയുടെ ശീലമായിരുന്നു സഹോദരങ്ങളെ. ഇന്നലെ കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? കൂട്ടുകാരെല്ലാവരും എന്നോട് ചോദിച്ചു, നീ എന്ത് ചികിത്സയാണ് ചെയ്തത്? അത് നുണയാണോ അല്ല വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് അവർ ചോദിച്ചത്. അവരോടുള്ള ഉത്തരം ഞാൻ പറഞ്ഞത് അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ ഒരു പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സഹോദരൻ നോക്കാം, 13 വർഷം കഠിനമായിട്ടുള്ള പുകവലി മാറ്റാൻ ആഗ്രഹിച്ചിട്ട് സാധിക്കാൻ പറ്റില്ല. ചെയിൻ സ്മോക്കിംഗ് അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും അല്ലേ? അതെ. അതിന്റെ കൂടെ അവസരം കിട്ടിയാൽ മുറുക്കുകയും ചെയ്യും, പാൻപരാഗം തിന്നും, ഹാൻസും ഉപയോഗിക്കും. എൻ്റെ ദൈവമേ, ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ ഈ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വരുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഹാൻസ് ഉപയോഗിക്കും. എൻ്റെ അങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു സഹോദരങ്ങൾ. എന്നാൽ ഇവിടെ വന്നങ്ങ് പ്രാർത്ഥിച്ച് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ധ്യാനം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തൊടാൻ തോന്നണില്ല. അങ്ങനെ സാധനം ഈ കഴിഞ്ഞ നാൾ ഇത്ര വർഷമായിട്ട് പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവാണ് വിടുതൽ നൽകുന്ന ദൈവം. കൈകളടിച്ച് പാട്ട് പാടി ആരാധിക്കാം. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ പുകഴ്ചയ്ക്കും ശക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരി കയ്യിൽ വിടുവിച്ചവൻ. ശക്തനായവൻ, സങ്കേതമായവൻ, ഘോരവൈരി കയ്യിൽ വിടുവിച്ചവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ പ്രൈസ് ദി ലോർഡ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ദൈവം വിസ്മരണീയകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കും. ലോകത്തെ വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കർത്താവിനല്ലാതെ വേറെ ആർക്കും സാധിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഈ സമയത്ത് കർത്താവെ, ചുറ്റുമുള്ള ജനതകളെ വിസ്മയിപ്പിക്കുന്ന ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്യണമേ. ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ കർത്താവായ ദൈവമേ, അവിടുന്ന് ഇസ്രായേൽ ജനത്തിനു വേണ്ടി കരം നീട്ടിയ ദൈവമാണല്ലോ. അവിടുന്ന് പുതിയ ഇസ്രായേൽ ഞങ്ങളുടെ മേൽ കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഓ ദൈവമേ, കടബാധ്യത, രോഗം, തകർച്ച, പലതരത്തിലുള്ള പൈശാചിക പീഡകളെ തകർന്നു കിടക്കുന്ന ഓരോ ജീവിതങ്ങളെ പുതുക്കി പണിയുന്ന ദൈവമേ, അവിടുന്ന് ചുറ്റുമുള്ള ജനത വിസ്മയിക്കുമാർ ഒരു അത്ഭുതം ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവ് ദൈവമേ, ഈ വചന ശുശ്രൂഷയിൽ ഇപ്പോൾ ഏതെങ്കിലും വിധത്തിൽ നനഞ്ഞ് കർത്താവ് ഒരു പ്രത്യേക തരത്തിൽ കയറിപ്പോകാൻ പറ്റാത്ത വിധം കർത്താവെ ഇരിക്കുന്ന ഹൃദയങ്ങളെ ഇപ്പോൾ പരിശുദ്ധാത്മാഗ്നിയാൽ ഇപ്പോൾ ചൂട് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ ആറിപ്പോൾ അതിനെ ചൂട് പിടിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓരോ ദാസന്മാരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ പ്രകാശം വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മ അഗ്നി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മ കൃപ വ്യാപരിക്കട്ടെ. ആരാധന, 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 ആരാധന. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഓരോ ദാസന്മാരുടെ പ്രവർത്തനമാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചന ശുശ്രൂഷയിൽ തടസ്സം നടക്കുന്ന എല്ലാ കെട്ടുകളും ഓ പരിശുദ്ധാത്മാവേ അവിടുന്ന് ഇപ്പോൾ അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവിന്റെ പ്രിയപ്പെട്ട മണവാട്ടിയായ പരിശുദ്ധ അമ്മയെ, വചനത്തിൻ്റെ അമ്മയെ, വചനത്തിന് ഉൾപ്പൊരുൾ വ്യാഖ്യാനിക്കാൻ ഞങ്ങൾ മധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓ ഗബ്രിയേൽ ദൂത, ഈ സമയത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വചനം കൊണ്ട് ശാസിക്കുക. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോഴെങ്കിലും പലവിധ സാഹചര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ അൽമായർ തുടങ്ങി വൈദികർ തുടങ്ങി സമർപ്പിത വരെയുള്ള വിവിധങ്ങളായ ഗണങ്ങളിൽ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ചിലർ പറയുന്നൊരു കാര്യമുണ്ട്. ഈ വചനം പ്രഘോഷിക്കുമ്പോൾ ഈ ആൾക്കാരുടെ മനസ്സിനെ മുഴുവൻ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ട് പറയാൻ പാടില്ല. വചനം പ്രഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞാൽ മതി. അല്ലാതെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്, ഷാർപ്പായിട്ട് പറയരുത്. പല വിദേശ രാജ്യങ്ങളിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാ തുറന്ന് ദൈവത്തിൻ്റെ ഒരു വചനം പോലും സംസാരിക്കാൻ പറ്റാത്ത വിധം ഈ ഒരൊറ്റ പ്രബോധനമാണ് ആ ജനത നശിപ്പിച്ചു കളഞ്ഞത്. ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ ആത്മാവ് ശക്തമായ പ്രചോദനം തരുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പോക്ക് എങ്ങോട്ടാണെന്നറിയാവോ? അതെവിടെ എത്തിച്ചേരുമെന്ന് വളരെ നേരത്തെ തന്നെ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2 തിമോത്തി 4 അധ്യായത്തിൻ്റെ 3 തിരുലിഖിതം 2 തിമോത്തി 4:3. അവിടെ വചനം ഇങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്: ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനസാന്തരപ്പെടാൻ ഒരുക്കമല്ലാത്ത തരത്തിലുള്ള ഹൃദയങ്ങൾ, മാനസാന്തരത്തിന് കാരണമാക്കാത്ത വിധത്തിലുള്ള പ്രബോധകരെ വിളിച്ചു കൂട്ടുന്നൊരു കാലഘട്ടം വരുമെന്ന് ശ്ലീഹ നൂറ്റാണ്ടുകൾക്ക് പറഞ്ഞിട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരുമിച്ച് പറയാം ഹല്ലേലൂയ.
സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. മനസ്സ് തുറന്ന് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ അതിനകത്ത് മനസ്സിന് ഇഷ്ടപ്പെട്ടത്, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പ്രഘോഷിക്കാൻ മാത്രമുള്ളതല്ല ദൈവവചനം. ഇത് ചിലപ്പോൾ മുറിപ്പെടുത്തും, ഇത് ചിലപ്പോൾ മുറിവേറ്റതിന് വെച്ചു കിട്ടും. പല രീതിയിലും ദൈവവചനം പ്രവർത്തിക്കുമെന്ന് വചനം വെളിപ്പെടുത്തുന്നുണ്ട്. സ്നാപയോഹന്നാൻ വചനം പ്രഘോഷിച്ചപ്പോൾ, പത്രോസ്ലീഹ വചനം പ്രഘോഷിച്ചപ്പോൾ, യേശുക്രിസ്തു വചനം പ്രഘോഷിച്ചപ്പോൾ അവർക്കുണ്ടായൊരു വ്യത്യാസത്തെക്കുറിച്ച് സുവിശേഷത്തിൽ ലേഖനത്തിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോസ്തലന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ ഹൃദയം നുറുങ്ങി ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് യു ഹാവ് ടു ഡു? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഹൃദയം നുറുങ്ങുമാറ് സ്നാപകനും പ്രവാചകന്മാരും അപ്പസ്തോലന്മാരും വിശുദ്ധന്മാരും സർവോപരി യേശു ക്രിസ്തു വചനം പ്രഘോഷിച്ചു എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ദൈവവചനം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സഹോദരങ്ങളെ? പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ വായിക്കുന്നത് 2 തിമോത്തി 3-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ തിരുലിഖിതത്തിലാണ്. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളെയും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വചനം വെളിപ്പെടുത്തുകയാണ്. എന്തിനാണ് ദൈവവചനം? ഈ പരിശുദ്ധാത്മാവ് നിവേശിച്ചിട്ടുള്ള ഈ വചനം എന്തിനു വേണ്ടിയിട്ടാണ്? 1, പ്രബോധനത്തിന്, ഉറക്കെ പറയാം ഹല്ലേലൂയ. 2, ശാസനത്തിന്. 3, തെറ്റ് തിരുത്തലിന്. 4, നീതിയിലുള്ള പരിശീലനത്തിന്. അതിൽ 2ാമത് വളരെ ഊന്നി പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയാണ് സഹോദരങ്ങളെ, ശാസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വചനം. ശാസനത്തിനുള്ളതാണ് ദൈവവചനം. ശാസനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ശാസനത്തിനും കൂടി വേണ്ടിയുള്ളതാണ് വചനം. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ ദൈവവചനം പഠിക്കുമ്പോഴും ദൈവവചനം പ്രഘോഷിക്കുമ്പോഴും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിച്ചപ്പോൾ പൗലോസ്ലീഹ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് യേശു ചെയ്ത ചില പ്രവൃത്തികളും എന്നെ സ്പർശിച്ച് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. 2 തിമോത്തി 4:2 അതിൽ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? വചനം പ്രസംഗിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക, മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വചനം പ്രഘോഷിക്കണം, അവരെ ഉത്ബോധിപ്പിക്കണം. എന്നിട്ട് പറയാണ്, നീ വചനം കൊണ്ട് അവരെ ശാസിക്കണം, വചനം കൊണ്ട് അവരെ ശാസിക്കണം, ഉത്ബോധിപ്പിക്കണം. അതേസമയം ക്ഷമ കൈവിടാതിരിക്കുകയും ചെയ്യണം. അതുകൊണ്ട് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനുമാണ് വചനമെന്ന് പറഞ്ഞിട്ട് അതിന് തൊട്ട് താഴത്തെ അധ്യായത്തിൽ ശ്ലീഹ ചുമതലപ്പെടുത്തുകയാണ്, നീ ദൈവവചന പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യണം, ദൈവവചനം കൊണ്ട് ജനത്തെ ശാസിക്കുകയും ചെയ്യണമെന്ന് എഴുതപ്പെട്ട വചനം അവിടെ ചുമതലപ്പെടുത്തുകയാണ്. തീത്തോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ തിരുലിഖിതം അവിടെ ഈ കാര്യം വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനാൽ യഹൂദരുടെ കെട്ടുകഥകൾക്കും സത്യത്തെ നിഷേധിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾക്കും ചെവി കൊടുക്കാതെ അവർ ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി നീ അവരെ നിർദാക്ഷിണ്യം ശാസിക്കുക. എന്തൊരു വാക്കാ സഹോദരൻ! നിർദാക്ഷിണ്യം ശാസിക്കുക. ഒരു ദയം കൂടാതെ ശാസിക്കാൻ, മുഖം നോട്ടമില്ലാതെ ശാസിക്കാൻ. അത് സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും അധികാരിയാണെങ്കിലും ആരാണെങ്കിലും വചനം ലംഘിക്കുന്ന സാഹചര്യത്തിൽ വചനം കൊണ്ട് ശാസിക്കാൻ, നിർദാക്ഷിണ്യം ശാസിക്കാനാണ് അവിടെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിലുള്ള ഒരു സംഭവം ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരണം. യേശു അങ്ങനെ നിർദാക്ഷിണ്യം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് മർക്കോസിന് സുവിശേഷം 8-ാമത്തെ അധ്യായത്തിലാണ്. 8-ാമത്തെ അധ്യായത്തിന്റെ 32-33 തിരുലിഖിതങ്ങൾ. അവിടെ വചനം എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? യേശു തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചുമുള്ള തൻ്റെ പീഡാനുഭവ രഹസ്യം വെളിപ്പെടുത്തി. അത് കേട്ടപ്പോൾ പത്രോസ് കർത്താവിന് മുമ്പിൽ കയറുന്നവനെ സ്നേഹത്തോടെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ഉടനെ എന്താണ് സംഭവിച്ചത്?
അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. യേശു പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. എന്നപ്പനെ കർത്താവിന് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പസ്തലന്മാർ എല്ലാം പുറകെ നിൽക്കുമ്പോൾ ഇച്ചിരി മാറ്റി നിർത്തി ശാസിച്ചാൽ പോരെ? അതല്ലേ യേശു ചെയ്തത്? നിർദാക്ഷിണ്യം അവരുടെ മുമ്പിൽ വെച്ച് ശാസിച്ച്, വചനം വെച്ചിട്ട് ശാസിച്ച്. അതാണ് തീത്തോസ് ലേഖനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വീണ്ടും തീത്തോസ് ലേഖനത്തിൽ തന്നെ അതിന് 3-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ തിരുലിഖിതം. തീത്തോസ് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ തിരുലിഖിതം. നിരന്തരം പലതരത്തിലുള്ള പാപപ്രവർത്തികൾ വ്യാപരിക്കുന്നവരെ വചനം കൊണ്ട് ശാസിക്കാൻ പറഞ്ഞിട്ട് ശ്രീക പറയുന്നത് ഇങ്ങനെയാണ്: വിഘടിച്ച് നിൽക്കുന്ന ഒരുവനെ 1-2 പ്രാവശ്യം ശാസിച്ചതിന് ശേഷം അനുസരിക്കാത്ത പക്ഷം അവനുമായുള്ള ബന്ധം വേർപെടുത്തുക. അത്ര താക്കീതോടു കൂടിയാണ് ശ്രീക ഈ കാര്യങ്ങൾ വെളിപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിന്റെ ഒരു ദൗത്യം തന്നെയാണ് പാപത്തിലിരിക്കുന്നവന്റെ പാപത്തിന്റെ ആത്മാവിനെ ശാസിക്കുക എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലർക്ക് ശാസനം ഇഷ്ടപ്പെടും, ചിലർക്ക് ശാസനം ഇഷ്ടപ്പെടുകയല്ല. ആർക്കാണ് ശാസനം ഇഷ്ടപ്പെടുന്നത്, ആർക്കാണ് ശാസനം ഇഷ്ടപ്പെടാത്തത്, അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിലാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ അതിൻ്റെ 32-ാമത്തെ അധ്യായത്തിന്റെ 14-ാം തിരുലിഖിതം. പ്രഭാഷകൻ 32:14 വചനം പഠിപ്പിക്കുന്നു: കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. അതുകൊണ്ട് ദൈവവചന പ്രഘോഷണ വേദികളിൽ ദൈവവചനം കൊണ്ടുള്ള ശാസനം വരുമ്പോൾ കർത്താവിനെ ഭയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അവൻ ശാസനം സ്വീകരിക്കും. എന്നിട്ട് യേശുവിന്റെ കാലത്ത്, ശിഷ്യന്മാരുടെ കാലത്തുണ്ടായിരുന്ന പോലെ ദൈവജനം ആരാണ് കേൾക്കുന്നവൻ, അവൻ ഹൃദയം നുറങ്ങി ചോദിക്കും, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്നാൽ ആരാണ് ശാസനം സ്വീകരിക്കാത്തത്? ആരാണ് ശാസനത്തിനെതിരെ പറയുന്നത്? ആരാണ് ശാസനത്തെ മറുതിരിക്കുന്നത്? അത് നമ്മൾ വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം 32-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലാണ്. പ്രഭാഷകൻ 32:17. ദുഷ്ടൻ ശാസനം നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. നിന്റെ ഹൃദയത്തിൽ എല്ലാ തരത്തിലുള്ള ജടിക പാപത്തിന്റെ കൂടാണ് നിന്റെ ജീവിതമെങ്കിൽ ബൈബിൾ വിളിക്കുന്ന പേരാണ് ദുഷ്ടൻ. അവൻ ശാസന കേൾക്കണം, അവൻ ഇഷ്ടമില്ല. ചിലപ്പോൾ കരിസ്മാറ്റിക് ധ്യാന ശുശ്രൂഷകളിൽ വചനം ശക്തമായിട്ട് പ്രഘോഷിക്കപ്പെടുന്ന കാണുമ്പോൾ മറക്കട പക്ഷി പിടിക്കുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പാപത്തിന്റെ ദുരാത്മാവ് കൂട്ടിരിക്കുന്ന ഹൃദയത്തിന് ആത്മീയ കാര്യങ്ങൾ സ്വീകരിക്കാൻ സാധ്യമല്ലെന്ന് ശ്ലീഹ പറഞ്ഞ എത്രയോ സത്യമാണ്. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. മനസ്സോടെ പറയാം ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ദൈവവചനത്തിലൂടെ വരുന്ന ശാസന എത്രയോ മനോഹരമായ ഒരു സംഗതിയാണെന്ന് ബൈബിൾ അവതരിപ്പിച്ചിരിക്കുന്നറിയോ? സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായത്തിന്റെ 12-ാം തിരുലിഖിതം. അവിടെ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഉപദേശം സ്വീകരിക്കുന്ന കാതുകൾക്ക് ജ്ഞാനിയായ ശാസകൻ സ്വർണം കൊണ്ടുള്ള കർണാഭരണമോ കണ്ഠാഭരണമോ പോലെയാണ്. എന്തോരം മനോഹരമായ വചനമാണത്. ഉപദേശം സ്വീകരിക്കുന്ന കാതുകൾക്ക് ജ്ഞാനിയായ ശാസകൻ. ജ്ഞാനമുള്ളത് ആർക്കാ? വചനമുള്ളവനാണ് ജ്ഞാനമുള്ളത്. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ജ്ഞാനം 6:11 എൻ്റെ വചനങ്ങൾ അഭിലാഷം അർപ്പിക്കുവാൻ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കാൻ, അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ധാരാളം വചനം ആര് വായിച്ച് പഠിക്കുന്ന അവനാണ് ജ്ഞാനമുള്ളത്. അങ്ങനെ ജ്ഞാനമുള്ള ദൈവവചനമുള്ള ഒരു വ്യക്തി ശാസിക്കുമ്പോൾ, അതാണ് ജ്ഞാനിയായ ശാസകൻ ഒരു ശാസനം നൽകുമ്പോൾ, അത് സ്വർണം കൊണ്ടുള്ള ഒരു കർണാഭരണമോ കണ്ഠാഭരണം ഇട്ട് തരുന്ന പോലെയാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഒരു ദൈവവചന ശുശ്രൂഷ നടക്കുമ്പോൾ ആ വചനത്തിലൂടെ ഒരു ശാസനം നമ്മുടെ ജീവിതത്തിൽ വരുന്ന, അത് നമുക്കൊരു സ്വർണ്ണമാല, ഒരു കർണാഭരണം, ഒരു കണ്ഠാഭരണം ഇട്ടു തരുന്നത് പോലെയാണെന്ന്. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ദൈവവചനത്തിലൂടെ വരുന്ന ശാസന. കാരണം വചനം അതിനു വേണ്ടിയിട്ടും കൂടി ഉള്ളതാണ്. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ തിരുലിഖിതം. പ്രബോധനത്തെ ആദരിക്കുന്നവൻ ജീവനിലേക്കുള്ള പാതയിലാണ്, ശാസന നിരസിക്കുന്നവന് വഴി പിഴയ്ക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവവചന പ്രബോധനത്തിന് ശാസനത്തിന് തെറ്റിദ്ധരുത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് പറയാണ്, അങ്ങനെയുള്ള പ്രബോധനത്തെ, അതായത് ദൈവവചനത്തെ ആദരിക്കുന്നവൻ, ശാസനത്തെ ആദരിക്കുന്നവൻ ജീവനിലേക്കുള്ള പാതയിലാണ്. അടുത്ത വചനം പഠിപ്പിക്കുകയാണ്, എന്നാൽ ശാസനം നിരസിക്കുന്നവന് വഴി പിഴയ്ക്കുന്നു. ശാസനം നിരസിക്കുന്നവന് വഴികൾ തെറ്റാൻ തുടങ്ങും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിന്റെ 30-ാം തിരുലിഖിതം, സുഭാഷിതം 20:30. അങ്ങനെ ഒരു വചനം കേൾക്കുമ്പോൾ ഹൃദയം നുറങ്ങിയാൽ അതിന് ചില കാര്യങ്ങളുണ്ട്. സുഭാഷിതം 20:30 വചനം പഠിപ്പിക്കുക. മുറിപ്പെടുത്തുന്ന താഠനങ്ങൾ ദുശീലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു, കനത്ത അടി മനസ്സിന്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു. മുറിപ്പെടുത്തുന്ന താഠനങ്ങൾ, വചനം പ്രഘോഷിക്കുമ്പോൾ ഹൃദയം മുറിപ്പെടും. അതാണ് അപ്പസ്തോലന്മാരെ പ്രഘോഷിച്ചപ്പോൾ ജനം ചോദിച്ചാൽ അവർ ഹൃദയം നുറങ്ങി ചോദിച്ചു. അതാണ് മുറിപ്പെടുത്തുന്ന താഠനങ്ങൾ നിന്റെ ശരീരത്തിന് ദുശീലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും, കനത്ത അടി മനസ്സിന്റെ ഉള്ളറകളെ ശുചിയാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിൽ നമ്മൾ ജാഗരൂകതയോടെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് ലൂക്ക 17:3. ലൂക്ക 17 വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. അവരൊക്കെ പറയാം ഹല്ലേലൂയ. അവൻ പശ്ചാത്തപിക്കാതെ വീണ്ടും പാപത്തിൽ വീണ്ടും തുടരുകയാണെങ്കിൽ തീത്തോസ് പറഞ്ഞ് അവനോട് ബന്ധം ഏർപ്പെടുത്തുക. 1 തിമോത്തി 5:20 വീണ്ടും അതിനെ രേഖപ്പെടുത്തിയാണ്, പാപകൃത്യങ്ങൾ നിരന്തരം വ്യാപരിക്കുന്നവരെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശകാരിക്കുക. മറ്റുള്ളവർക്ക് ഭയം ജനിപ്പിക്കാൻ വരുന്നത് കാരണമായി തീരുമെന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ഉള്ളിൽ ദൈവവചനം എന്ന് പറയുന്ന സംഗതി ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ കോപിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, നിനക്ക് ശാസിക്കുന്ന ഒരാത്മാവുണ്ടായിരിക്കും. ഉറക്കെ പറയാം ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കന്മാരും മക്കളെ ഇച്ചിരി വഴക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്ക് നേതൃത്വം ഒരു വ്യക്തിച്ച് ശാസിക്കുമ്പോൾ, നീ നിന്റെ കാര്യം നോക്കുക, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള ഭാവത്തിൽ, പ്രത്യേക ഭാവത്തിൽ നിൽക്കരുത്. എന്തെന്നാൽ ദൈവവചനത്തിന് നിറവുള്ളവന്റെ വായിൽ നിന്ന് ശാസനകൾ വരും, വചനം കൊണ്ടുള്ള ശാസന വരും. അത് നിന്റെ ആത്മാവിനെ അടിച്ച് പരത്തി രൂപപ്പെടുത്തിയെടുക്കുമെന്നാണ് എഴുതപ്പെട്ട വചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കേൾവിക്ക് ഇഷ്ടമുള്ള കുറെ കെട്ടുകഥകൾ, കുറച്ച് വലുപ്പം, കുറച്ച് തമാശകളും പറയുന്ന ശുശ്രൂഷകളാണ് അങ്ങനത്തെ കാര്യങ്ങൾ നല്ലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. അതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം ഒരു സമഗ്രതയിൽ വേണം സഹോദരങ്ങളെ. അതിനകത്ത് പ്രബോധനമുണ്ട്, അതിനകത്ത് ശാസനയുണ്ട്, അതിനകത്ത് തെറ്റിദ്ധരുത്തലുണ്ട്, അതിനകത്ത് നീതിയുടെ പരിശീലനമുണ്ട്. അങ്ങനെ തന്നെ പൂർണ്ണതയിൽ എത്തിക്കാനുള്ളതാണത്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. ഇത്രയും വചനം പ്രഘോഷിച്ചാൽ ദൈവം ഇതിൻ്റെ പൊരുൾ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്നില്ലെങ്കിൽ എല്ലാം ഫലശൂന്യമാണ്. ദൈവമേ, ഇപ്പോൾ പ്രഘോഷിക്കപ്പെട്ട വചനങ്ങളുടെ ജ്ഞാനം ഈ കേട്ട ഓരോരുത്തരിലും വരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഓ കർത്താവ്, വിതയ്ക്കപ്പെട്ട മധുരത്തിന് മുകളിൽ മഴ പെയ്യട്ടെ, പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ, പൊട്ടിമുളയ്ക്കട്ടെ, ഫലം പുറപ്പെടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരാധന, ആരാധന, ആരാധന. കർത്താവ് ഇപ്പോൾ വിതയ്ക്കപ്പെട്ട വചനങ്ങൾ സാത്താൻ മോഷ്ടിക്കാത്ത വിധം ഇവരുടെ ഹൃദയങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ മുദ്രയിട്ട് അടയ്ക്കുന്നു. ആരാധന, ആരാധന, ആരാധന. പൊട്ടിമുളയ്ക്കട്ടെ കർത്താവെ, ഫലം ചൂടട്ടെ കർത്താവെ, കൃപ ഒഴുകട്ടെ കർത്താവെ. തെറ്റ് തിരുത്താനും കർത്താവെ, തെറ്റ് കഴിയുന്നവരെ ശാസിക്കാനുമുള്ളൊരു കൃപ ഇപ്പോൾ ഓരോ ദാസിദാസന്മാരെ ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. വചനമുള്ളവനിൽ നിന്ന് ശാസന വരും. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. വചനം മാംസമായി അവതരിച്ച കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ജീവിതത്തെ മുഴുവനെന്ന് വിലയിരുത്താൻ തക്ക വിധം വചനത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ വെളിപ്പെടുത്തലുകളെയും ദൈവമേ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, പിതാവ് നടാത്ത കളകളൊക്കെ അവിടുന്ന് പിഴുതു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ആശീർവാദ സംബന്ധിച്ച് ഞങ്ങൾ ഹൃദയത്തിലുള്ള മുള്ളുകളെ മുൾച്ചെടിനെ ദഹിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഓ കർത്താവേ, ഇപ്പോൾ അവിടുന്ന് കരം നീട്ടി ഓരോ കുടുംബങ്ങളെ, ഓരോ വംശങ്ങളെ, ഓരോ പാരമ്പര്യങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാത്താൻ വിതച്ച കളകൾ ഇപ്പോൾ കത്തിച്ചാമ്പലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുള്ളുകളും മുൾച്ചെടികളും കുടുംബങ്ങളും ദേശങ്ങളും വംശങ്ങളും പാരമ്പര്യം ദഹിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, പല വിധത്തിൽ തടസ്സങ്ങൾ പിടിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. എല്ലാ തരത്തിലും പൈശാചിക ഒഴിഞ്ഞു പോകട്ടെ. തലമുറയുള്ള ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളെ ഇപ്പോൾ ബന്ധിച്ചു കെട്ടുന്നു. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ മാറാനാത്ത. Come, Lord Jesus.